الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. سلام عليكم بما صبرتم ونعم عقبى الدار. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അറിഞ്ഞും അത് കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിയും ജീവിക്കണമെന്ന്, ആ തഖ്വയോടുകൂടി തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രീതിയിൽ മരണം വരെ തുടരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലെ ഏകദേശം മധ്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ റമദാനിനെ കുറിച്ച് നമ്മൾ റമദാന്റെ തുടക്കം മുതൽ തന്നെ കേൾക്കുന്ന ഒരു സംഗതിയാണ്, റമദാനിൽ ലഭിക്കുകയും എന്നിട്ട് റമദാനിലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലെത്താത്ത ആളുകൾ നശിച്ചു പോകട്ടെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശാപപ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഇരയാകുന്നവർ ഈ റമദാൻ ജീവിതത്തിൽ വന്നു പോയിട്ടും ഒരു മാറ്റവുമില്ലാതെ അടുത്ത ചൊവ്വാലിലും തുടരുന്നവരാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇരട്ടിക്കിരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണിത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇത്തികാഫിന്റെ നിയത്തോടെ അമൽ സ്വാലിഹാത്തിന്റെ നിയത്തോടു കൂടിയിരിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ റമദാനുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പല രീതിയിൽ കാണിച്ചു തരികയും അതുപോലെ തന്നെ പലപ്പോഴും പഠിപ്പിച്ചു തരികയും ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റമദാനിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ നേടാൻ, ഇസ്തിഗ്ഫാർ നേടാനുള്ള സന്ദർഭമാണ് റമദാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
നരകത്തിൽ നിന്ന് മോചനം നേടി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സന്ദർഭമാണ് എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ദുആകൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ റമദാനിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മളുടെ രാത്രി നമസ്കാരങ്ങൾക്കിടയിൽ തറാവീനിടയിലൊക്കെ നമ്മൾ അത് ഉരുവിട്ടുകൊണ്ടിരിക്കാറുണ്ട്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഗ്നിനി മിനൻ നാർ വദ്ഖിൽന ജന്നത യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ നമ്മൾ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇത് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറി റമദാനിൽ അങ്ങനെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ദിക്റുകളിലൂടെ നാവ് കൊണ്ടുള്ള ദിക്റിന് അതിൻ്റെതായ പ്രത്യേകതയാണ്, പ്രാധാന്യവും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതം സംസ്കരിച്ച് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തണം എന്നുള്ളതാണ് ഖുർആനിന്റെ പല കാര്യങ്ങളും വായിക്കുമ്പോൾ, ഖുർആനിലെ ആയത്തുകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ എന്ന് പറയുന്ന സൂറത്ത് അഹ്സാബിന്റെ അവസാന ഭാഗം നമ്മൾ മിക്കവാറും ജുമുഅയിൽ തുടക്കത്തിൽ തന്നെ കേൾക്കുന്ന ആയത്താണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇസ്തിഗ്ഫാറിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രായോഗികമായ ഒരു രൂപം പറയും. ഇസ്തിഗ്ഫാറിന്റെ പ്രായോഗികമായ രൂപം എന്ന് പറഞ്ഞാൽ, ഇസ്തിഗ്ഫാർ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൊട്ട് മറ്റു ധാരാളം പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിൽ പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈ വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലു ഖൗലൻ സദീദ, ഏറ്റവും നല്ല രീതിയിലുള്ള സംസാരം നിങ്ങൾ പുലർത്തുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കുക, ഏറ്റവും നല്ലതായ കാര്യം നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്, വഖൂലു ഖൗലൻ സദീദ. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ, ചില പരിമിതികൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തരും നമുക്കറിയാവുന്നതാണ്, നമ്മൾ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ കാര്യങ്ങളിൽ, സംസാരങ്ങളിലൊക്കെ പലതല്ല നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു അത്തരം പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഇസ്ലാഹ് ചെയ്തു തരും, അള്ളാഹു നന്നാക്കി തരും എന്ന് പറയുന്നു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതുപോലെ തന്നെ നിങ്ങൾ മനഃപൂർവ്വം തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന മനഃപൂർവ്വമല്ലാതെ വന്നു പോകുന്ന ധാരാളം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അള്ളാഹുവിനെയും അനുസരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിജയികൾ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മള് നാവ് കൊണ്ട് ഉരുവിട്ട് നേടേണ്ട സംഗതി തന്നെയാണ് എന്നുള്ളതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായി മാറേണ്ട ഒരു സംഗതി കൂടിയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അപ്പോ അതെങ്ങനെയാണ് ഇവിടെ പറയുന്നത്? വളരെ ചെറിയ ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിക്കുക, തെക്കുവ എന്നുള്ള ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ റമദാൻ തുടക്കം മുതൽ തന്നെ കേട്ടിട്ടുണ്ട്. കാരണം നോമ്പ് തന്നെ തെക്കുവക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ തെക്കുവയുള്ളവരാവുക, അതോടൊപ്പം തന്നെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അപ്പൊ നാവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ അള്ളാഹു നമ്മുടെ പ്രായോഗികമായി തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ ഇസ്തിഗ്ഫാർ നേടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ പിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെപ്പോഴും റമദാനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇനി അവസാന പത്തിലൊക്കെ പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ സമയം അതിനു വേണ്ടി മാറ്റിവെക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചും ഇതുപോലെ തന്നെ ജീവിതത്തിന്റെ മാതൃകയുമായി ബന്ധപ്പെടുത്തി ചേർത്ത് പറയുന്ന ധാരാളം കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ നരകത്തിലാവും, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ധാരാളം കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അതിലുള്ള ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുർ റഹദിലെ 23-24 ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തും അതാണ്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്. ഇവിടെ പറയുന്നത് സ്വർഗത്തിലേക്ക് വിശ്വാസി അയാളുടെ കുടുംബത്തോടൊപ്പം, അയാളുടെ ഭാര്യയോടൊപ്പം, അയാളുടെ ഉപ്പ ഉമ്മയോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം
അതുപോലെ തന്നെ ഇണതുണകളോടൊപ്പം അതോടൊപ്പം മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് വളരെ ശാന്തമായി പ്രവേശിക്കുന്ന, അതുപോലെ തന്നെ അവർക്കൊപ്പം മലക്കുകൾ കൂടി അവരുടെ കൂടെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ കൂടെയുണ്ടാകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആ കാര്യം അത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ പറയുന്നത് ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, നിങ്ങൾ പിന്നെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗം, അതിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇ വമൻ സ്വലഹ, ഏറ്റവും നന്മയോടുകൂടി വർദ്ധിച്ചവൻ. നമ്മൾ അസ്ലഹ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംഗതി നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞു. പിന്നെ ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും എന്ന് പറഞ്ഞ ഒരു സംഗതി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരുമെന്ന് പറഞ്ഞു. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വമൻ സ്വലഹ, അവർ എന്താണ് ഏറ്റവും സ്വാലിഹീങ്ങളായി ജീവിച്ച, ഏറ്റവും നന്മയിൽ ജീവിച്ച, നന്മയോടുകൂടി ജീവിച്ച ജീവിതം പുലർത്തിയവരാണ് എന്നുള്ളതാണ് പറയുന്നത്. അവര് മാത്രമല്ല മിൻ ആബാഇഹിം, അതിലെ അവരുടെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു, വ അസ്വാജിഹിം, അവരുടെ ഇണതുണകളും അങ്ങനെയായിരുന്നു, വ ദുരിയാതിഹിം, അവരുടെ മക്കളും അതിൽ അവരെ പിൻപറ്റിയവരായിരുന്നു. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവര് ആ സ്വർഗത്തിൽ പ്രവേശിക്കും. വൽ മലായികത്തു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, അതുപോലെ തന്നെ അവരോടൊപ്പം മലക്കുകളും അവരുടെ കൂടെ തന്നെ ഈ സ്വർഗത്തിൽ പ്രവേശിക്കും. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ, ക്ഷമയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ പ്രവേശനത്തിന് അർഹമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുകൂടി ഇവിടെ ഈ ഒരു ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ റമദാനിന്റെ ഏറ്റവും പുണ്യമായ സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും കുടുംബമുണ്ട്, നമ്മളുടെ മാതാപിതാക്കളുണ്ട്, നമ്മളുടെ ഇണകളുണ്ട്, തുണകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളുടെ മക്കളുണ്ട്. നമുക്ക് ഇവരോടൊക്കെയുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ സ്നേഹം, അതിന്റെ എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ധാരാളം കാര്യങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുണ്ട്. നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്നത്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക ലോകത്ത് നമ്മളുടെ കുടുംബത്തിലുള്ള വ്യത്യസ്ത ആളുകളോടുള്ള സ്നേഹവും അവരോടുള്ള ബന്ധവും അവരോടുള്ള ബാധ്യതയും നമ്മളെ ഈ ഓരോ ത്യാഗപരിശ്രമങ്ങൾക്കും പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ഈ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഈ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിലെ ഓരോ ആളുകളോടും ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ദീനീയായ കാര്യങ്ങൾ, അവരുടെ ദീനീയായ സംസ്കരണം സാധ്യമാക്കാൻ, അവരെ സ്വാലിഹുകളാക്കാൻ ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഈ റമദാനിന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ, ഇതിന്റെയൊക്കെ ഫദ്ല് കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ആ ജന്നാത്തു അദ്ൻ, ആ ശാശ്വതമായ സ്വർഗത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ ഈ ലോകത്തുണ്ടായിരുന്ന നമ്മളെ ഏറ്റവും സ്നേഹിച്ചിരുന്ന മാതാപിതാക്കൾ, ഇണതുണകൾ, അതുപോലെ തന്നെ നമ്മളുടെ സന്താനങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നുള്ള സമാധാനത്തോടുകൂടി നമുക്ക് ഈ റമദാനിൽ കഴിച്ചുകൂട്ടാൻ കഴിയും. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ഉടനെ തന്നെ ഇനിയും നമുക്ക് ഈ റമദാനിൽ സാധ്യതയുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മക്കളോട്, നമ്മളുടെ ഇണതുണകളോടെല്ലാം ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും ആ ദീനിന്റെ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാനും ശ്രമിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളോടൊപ്പം അതിന്റെ ഒരു പ്രവർത്തന രൂപമായിക്കൊണ്ട് നമ്മൾ സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്നുള്ള മോചനം തേടിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിത സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഇണതുണകൾ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ, അവരോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതും ഖുർആനിൽ നമുക്ക് പലതരത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും നല്ലൊരു മാതൃക
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് പല സ്ഥലത്തും കുടുംബം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളാണ് ഖുർആനിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന സംഗതികൾ. റബ്ബന തഖബ്ബൽ മിന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ മിക്കവാറും റമദാനിൽ അത് ഖുർആനിൽ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് പ്രാർത്ഥനകളായും അല്ലാതെയും ചേർത്ത് വെക്കപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ഹിഫ്ളാക്കിയിട്ട്, മിക്കവാറും ആളുകൾ ഹിഫ്ളാക്കിയിട്ട് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിയുടെ മകനോടുള്ള ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ധാരാളം ഉപദേശങ്ങൾ. ആ കാര്യങ്ങളിലുമെല്ലാം ഇതെങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സാധ്യമാക്കുക, എങ്ങനെയാണ് നമ്മളുടെ കുടുംബത്തെ കൂടി ഈ ഒരു മാർഗത്തിൽ കൂട്ടുക, ഈ റമദാനിൽ നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ സ്വർഗവും അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനമൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ജീവിതത്തിൽ കൂടി എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളത് എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് വിശ്വാസ കാര്യങ്ങളിലുള്ള ഉറപ്പ്, ഇവർക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം ഈ ഓരോ ആളുകൾക്കും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയാന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളതിന് ധാരാളം മാതൃകകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതായത് മക്കൾക്കൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമക്കൊപ്പം മറ്റ് പല ആളുകൾക്കൊപ്പം, പിന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമക്കൊപ്പം, അതുപോലെ തന്നെ ഭാര്യയോടൊപ്പമൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഖുർആനിൽ കാണുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് എന്താണ്? അള്ളാഹുവോട് നമ്മളുടെ എല്ലാ കഴിവുകളും ശേഷികളും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചതിന് ശേഷം ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, ഈ എല്ലാ പ്ലാനിങ്ങുകളും ഉണ്ടായിരിക്കെ തന്നെ ഞാൻ അള്ളാഹുവെ നിന്നിൽ ബരമേൽപ്പിക്കുകയാണ് എന്നുള്ള തവക്കുലിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഗതിയാണ് ഈ ദുആ, പ്രാർത്ഥന എന്നുള്ളത്. അത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ നമുക്ക് വെറുതെ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്കിങ്ങനെ ചിലപ്പോൾ ചില വാക്കുകൾ ഉരുവിടാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ നമ്മളെ മനസ്സിൽ തട്ടി എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിൽ തട്ടി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ബന്ധം പൂർത്തിയാവുമ്പോൾ മാത്രമാണ്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒന്നാമതായിട്ട് നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക, എന്റെ ഈമാൻ ഇതുപോലെ ആയിട്ടുണ്ടാവും. അള്ളാഹുവിനോട് ബാക്കി എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അത് ഒരു ചടങ്ങ് എന്നുള്ള നിലയിലല്ലാതെ അള്ളാഹുവിൽ നിന്ന് എനിക്ക് കിട്ടും, അതുപോലെ തന്നെ അള്ളാഹു എന്നെ പിന്തുണക്കും എന്നുള്ള വളരെ കൃത്യമായ, അള്ളാഹുവിന് അതിനെല്ലാം കഴിവുണ്ട് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളെയും നമ്മുടെ ഭാര്യമാരെയും രക്ഷിതാക്കളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്താണ്? ഇത് അവരോടുള്ള ഒരു വലിയൊരു ഉപദേശം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രായോഗിക രൂപമാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്നാമതായി നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ കൂടി ഒരുമിച്ച് പോയി നമ്മളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചില കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാനും സംവദിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെക്കാൾ അടുത്ത് സ്വാഭാവികമായി നമ്മളെ പുതിയ തലമുറക്ക് മൊബൈൽ പോലുള്ള സംഗതികളിലൂടെ വളരെ വലിയ അറിവിന്റെ ലോകം എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറെ സംഗതികൾ കിട്ടാനുണ്ട്. അപ്പൊ നമ്മൾ ഇവരോട്, നമ്മൾ മക്കളോട് അല്ലെങ്കിൽ നമ്മൾ പുതിയ തലമുറയോട് നമ്മൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ ധാരാളം ആളുകളുണ്ട്. അത് നമ്മൾ കാണുന്നവര് മാത്രമല്ല, അവര് മാത്രം കാണുന്ന മൊബൈലിലും മറ്റൊക്കെ ഇട്ട് അവർക്ക് കിട്ടാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ ചുറ്റുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംസാരിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ ഇതുപോലെ തന്നെ ഖുർആനിലും സുന്നത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു സംഗതി സൂറത്തു മറിയമിൽ പറയുന്നുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യബ്സിറു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പിതാവേ, ഉപ്പ എന്തിനാണ് നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ അല്ലെങ്കിൽ അത് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്
അതിനെക്കുറിച്ചുള്ള ഒരു സംവാദം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലുക്മാൻ അലൈഹി ഇസ്ലാമയുടെ പിന്നെ മകനോടുള്ള ഉപദേശം പറയുന്നിടത്ത് പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹ്, ഒന്ന് ശിർക്ക് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് വളരെ കൃത്യമായ പറയുന്നത് യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്, അള്ളാഹു നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഹബ്ബത്ത് ഖർദൽ, ഒരു ചെറിയ കടുകുമണിയോളമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് ആകാശത്തോ ഭൂമിയിലോ മറ്റെവിടെയാണ് എന്നുണ്ടെങ്കിലും അത് അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു അധ്യാപനം അതിൽ നൽകുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹു ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നുള്ളതും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നുള്ളത് പോലെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അത്തരം ജലാലിയത്തിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ പൂർണ്ണതയുടേതായിട്ടുള്ള ഇത്തരം സിഫത്തുകൾ, കാര്യങ്ങളെല്ലാം മക്കൾക്കും നമ്മൾക്കൊക്കെ ബോധ്യപ്പെടുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ സന്നദ്ധരാവേണ്ടതുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ പിന്നെ കാണിച്ചു തന്ന ചില മാതൃകകൾ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള പിന്നെ പുത്രന്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പുത്രനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ അദ്ദേഹം പിന്നെ ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് യാ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്നി വല്ലിമുക്ക കലിമാത്തി, നിനക്ക് ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പിന്നെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും കുട്ടികളോടൊക്കെ സംസാരിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് നീ അള്ളാഹുവിനെ നേരിട്ട് തന്നെ കാണുന്നുണ്ട്, നേരിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു ദൂരെയുള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിലല്ല, എന്നോ ഉള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിലല്ല. എപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ശക്തിയാണ് അള്ളാഹു എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് അതിലെ പഠിപ്പിക്കുന്നത്. പിന്നെ അതിലെ നീ സഹായം തേടുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവോട് സഹായം തേടുക. പിന്നെ അതിലെ കാര്യങ്ങൾ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹു ഒരു ബോധ്യമായി മാറുന്ന, ജീവിതത്തിൽ ഒരു ബോധ്യമായി മാറുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും മാതൃകയാവേണ്ടതുണ്ട്. ആ മാതൃക നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് ഇണതുണകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം തർബിയ ബിൽ ഖുദ്വ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് സുന്നത്തിന്റെ പഠനങ്ങളിലേക്ക് കാണാൻ കഴിയും. തർബിയ ബിൽ ഖുദ്വ എന്ന് പറഞ്ഞാൽ മാതൃക കൊണ്ടായിരിക്കണം നമ്മൾ ബാക്കിയുള്ളവരെ തർബിയത്ത് നടത്തേണ്ടത്. അതായത് റോൾ മോഡലുകളായിട്ടായിരിക്കണം നമ്മൾ പിന്നെ മറ്റുള്ളവരെ തർബിയത്ത് നടത്താൻ ശ്രമിക്കേണ്ടത്. നമ്മളത് തർബിയത്ത് എന്നുള്ളത് വേറെ എവിടുന്നവരോട് ഇങ്ങനെ കൊടുത്ത് പേസ് ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല. നമ്മളുടെ ജീവിതത്തിൽ തന്നെ പിന്നെ തർബിയത്ത് നടത്തി നമ്മൾ തന്നെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ മാതൃകയിലൂടെയുള്ള തർബിയത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് വളരെ വലിയ മാതൃകയാണ്. അപ്പോ ആ ഒരു കാര്യം നമുക്ക് പിന്നെ നമ്മൾക്ക് ആദ്യം ഇതിൽ ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടണം, മറ്റുള്ളവർക്ക് നമുക്കത് കൈമാറണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്കും ഇണകൾക്കൊക്കെ അത് കൈമാറണം എന്നുണ്ടെങ്കിൽ ആ ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി അള്ളാഹുമായുള്ള ബന്ധവും അതിന്റെ ബോധ്യവും എന്നുള്ളതിൽ നിന്ന് അടുത്തൊരു സംഗതിയിലേക്ക് പോയാൽ നമസ്കാരം, മറ്റ് ആരാധനാകർമ്മങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം എന്ന് പഠിപ്പിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 7 വയസ്സിൽ അവരെ ശീലിപ്പിക്കണം, 10 വയസ്സ് കഴിഞ്ഞാൽ അവരതിനെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ശിക്ഷകൾ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പഠിപ്പിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയിലും ഇത്തരം കാര്യങ്ങൾ കാണാവുന്നതാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. എന്നെയും എന്റെ പിന്നെ സന്താനങ്ങളിൽ നീ ഇഖാമത്തു സ്വലാത്ത് നിലനിർത്തുന്ന, നമസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ലുക്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശത്തിലും യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സംഗതികൾ കാണാൻ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നു. അപ്പൊ അതില് നമ്മൾ നമ്മളുടെ തന്നെ കൂടെ ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ പള്ളിയിലൊക്കെ എത്തുക, കുട്ടികളൊക്കെ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ കുട്ടികൾ എത്തുമ്പോൾ സ്വാഭാവികമായും ചെറിയ ചില ഒച്ചപ്പാടുകൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പൊ
അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അത് പിന്നെ അത് നമ്മള് പിന്നെ മൊത്തം പിന്നെ അവിടുത്തെ എല്ലാവരുടെയും നമസ്കാരത്തെ ബാധിക്കുന്ന തരത്തിൽ അല്ലാത്ത തരത്തിലൊക്കെയുള്ള സംഗതികളൊക്കെ കുറച്ചൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാല് അവര് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഭാവിയിൽ ഇവിടെ ഈ പള്ളിയിൽ ആളുണ്ടാവും, നമ്മളെപ്പോലെ പിന്നെ മുതിർന്ന ആളുകളായി അവർ പള്ളിയിൽ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ തന്നെ അവരത് ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഗതി, ഒരു ഹദീസ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതി, ഈ പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്കതിൽ വലിയൊരു ഗുണപാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു പിന്നെ അറാബി പിന്നെ പള്ളിയിൽ വരികയും, അറാബി എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അറബി പള്ളിയിൽ വന്ന ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതി, ബാലൻ അറാബിയോ ഫിൽ മസ്ജിദ്. അങ്ങനെ അദ്ദേഹം ആ പള്ളി നബിന്റെ പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിച്ചു. അപ്പോ മൂത്രമൊഴിച്ചപ്പോ അത് ആകെ പ്രശ്നമായി. ആളുകൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ നിന്നപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ടയില്ല, നിങ്ങളൊരു പിന്നെ നിങ്ങളൊരു പിന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാ, എന്നിട്ട് വെള്ളം അവിടെ ഒഴിക്കാൻ പറഞ്ഞു. അതോടുകൂടി അത് വൃത്തിയായി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രണ്ട് വാക്കുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. യസ്സിറു, നിങ്ങൾ പരമാവധി എളുപ്പമുണ്ടാക്കുകയാണ് ചെയ്ത്, വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത്. ബശ്ശിറു, നിങ്ങൾ പരമാവധി ആളുകളെ സന്തോഷിപ്പിക്കുക, അതായത് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത്. വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഗതി കുട്ടികളുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതിയാണ് ആളുകളുടെ സ്വഭാവ സംസ്കരണം എന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവ സംസ്കരണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പിന്നെ നേരത്തെ ലുക്മാൻ അലൈഹിസ്സലാം ഉപദേശിക്കുന്ന സംഗതിയെ കുറിച്ച് പറഞ്ഞു. അവിടെ പറയുന്നത് ആളുകളോട് മുഖം തിരിച്ച് അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത്. അതുപോലെ തന്നെ പിന്നെന്താണ് അതുപോലെ തന്നെ വളരെ മാന്യമായി നടക്കുകയും പിന്നെ ഒച്ചപ്പാടുണ്ടാക്കരുത്, അതായത് ആളുകളോട് കയർത്ത് സംസാരിക്കരുത് എന്നുള്ള സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തന്നെ മാതൃകയാവണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കണം. ആദ്യം നമ്മൾ അതിന് മാതൃകയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ മാതൃക മറ്റവര് പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു കാര്യങ്ങൾ ആളുകളൊക്കെ കണ്ടു പഠിക്കും. ഇനി അങ്ങനെ കണ്ടു പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതുപോലെ പഠിപ്പിച്ചിരുന്നത് കാണാൻ കഴിയും. അംർ ബിൻ സലമ റളിയല്ലാഹു അൻഹു വരുന്ന ഒരു ഹദീസ്, അതിലെ ബുഖാരിയിൽ വന്ന ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എല്ലായിടത്തും ഭക്ഷണത്തിന്റെ തളികന്റെ എല്ലാ ഭാഗത്തും കൈയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉലാം സെമ്മില്ല, നീ ബിസ്മി ചൊല്ലിക്കൊണ്ട് തിന്നുക. അതുപോലെ തന്നെ വക്കുൽ മിമ്മ യലീക, വക്കുൽ ബി യമീനിക, നീ വലത്തെ കൈകൊണ്ട് തിന്ന, വക്കുൽ മിമ്മ യലീക, നീ നിന്റെ അടുത്തുള്ളത് നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സൗഹൃദത്തോടു കൂടി അവരെ തിരുത്തുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി പിന്നീട് പിന്നെ ഈ അംർ ബിൻ അബീ സലമ പറയുന്നത്, ഞാൻ പിന്നെ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ച ആ സംഗതി വളരെ കൃത്യമായി ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സംഭവത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുകയായിരുന്നു ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു പെൺകുട്ടിനെ കണ്ടു. അപ്പൊ അവിടേക്ക് നോക്കി ഈ ഫദ്ൽ ബിൻ അബ്ബാസ്. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങോട്ട് നോക്കി. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദ്ൽ ബിൻ അബ്ബാസിന്റെ പിന്നെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് ആ കാര്യത്തിൽ പിന്തിരിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബുഖാരിയിൽ വന്ന ഒരു ഹദീസുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പിന്നെ സൗഹൃദത്തോടു കൂടി തന്നെ നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ആ തെർബിയത്ത് ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പോ സംസാരങ്ങൾ എന്നുള്ളതൊക്കെ വളരെ പ്രധാനം. ഇപ്പോൾ സോഷ്യൽ മീഡിയക്കുള്ള കാലത്ത് ചാറ്റിംഗ്, സംസാരം, ഇതൊക്കെ വളരെ നല്ലത്. ആദ്യമൊക്കെ സംസാരം എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യമായ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ തന്നെ ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ അവർക്ക് പിന്നെ ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ സംസാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മര്യാദ എന്താണ് എന്ന് സൂറത്തുൽ അഹ്സാബിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബാക്കിയുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിനുള്ള പ്രശ്നം. വലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ പരസ്പരം ആകർഷിക്കുന്ന രീതിയിൽ, ഖള നമ്മൾ കീഴടക്കുക എന്നാണ്.
അറബിയിൽ അർത്ഥം. അപ്പൊ നിങ്ങൾ പരസ്പരം കീഴടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആണും പെണ്ണും സംസാരിക്കരുതെന്നല്ല, ആണും പെണ്ണും സംസാരിക്കുമ്പോൾ പരസ്പരം കീഴടക്കുകയും പരസ്പരം ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സംസാരം ഉണ്ടാവാൻ പാടില്ല. വലാ തഖ്ളഅന ബിൽ ഖൗൽ. രണ്ടാമത്തെ വഖുൽന ഖൗലൻ മഅറൂഫ. നിങ്ങൾ അവരിൽ സംസാരിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിലുള്ള, മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ നടത്തേണ്ടത്, അതുപോലെ തന്നെ നല്ലത് നടത്തേണ്ടത്, ഈ രണ്ടർത്ഥത്തിലും. അതായത് നല്ല സംസാരമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, പരസ്പരം നടത്തേണ്ടത്, അല്ലെങ്കിൽ നന്മയുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അപ്പോ ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ആരാധനാ കാര്യങ്ങളിലും മറ്റുമുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ സംഗതി ജീവിതത്തിന്റെ സംസ്കാരം, നമ്മുടെ പെരുമാറ്റം, ആളുകളോടുള്ള പെരുമാറ്റം മുതൽ ജീവിതത്തിന്റെ സംസ്കരണം സാധ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ഇത്തരം കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പറഞ്ഞു വന്നൊരു സംഗതി അതാണ്, റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു തരത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിൽ, ആദ്യമായി നമ്മളുടെ ജീവിതത്തിൽ, പിന്നെ നമ്മളുടെ കുടുംബത്തിൽ, അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളിൽ ഈ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവോട്, പിന്നെ പാപമോചനത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് എത്തിക്കാനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു പ്രായോഗിക രൂപം ഇങ്ങനെ കൂടി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹു ഇത് സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഈ അടുത്ത ശവ്വാലിലെത്തുമ്പോൾ, ഈ റമദാനിലൂടെ കടന്നുപോയി അടുത്ത ശവ്വാലിലെത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം എന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു അർത്ഥത്തിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ കുടുംബത്തെ സംസ്കരിക്കാനും, ആ കുടുംബത്തെ സംസ്കരിക്കുന്നതിലൂടെ കുടുംബത്തിനോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, ഇണതുണകളോടൊപ്പം, അതുപോലെ തന്നെ സന്താനങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി അടുക്കുന്ന, അതിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകൾ സലാം പറയുന്ന ആ സുന്ദര നിമിഷം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ, പരിശ്രമങ്ങളുണ്ട്, ആ പരിശ്രമങ്ങൾക്കെല്ലാം നീ ഇരട്ടിക്കിരട്ടി പ്രതികരണം നൽകി അനുഗ്രഹിക്കണേ നാഥാ. അള്ളാഹുവേ,